നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ബന്ധപ്പെട്ടിട്ട് ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം കൈക്കൂലിയും വേടനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൈക്കൂലിയും വേടനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം ഇന്ന് വേടനെ ആനക്കൊമ്പിൻ്റെ കൊമ്പ് കേസിലും കഞ്ചാവ് കേസിലും ഒക്കെ കൈക്കൂലിയുടെ അല്ലെങ്കിൽ ശുപാർശ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വേടനെ ഇന്ന് കൃത്യമായിട്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ മാധ്യമങ്ങളും വേടനെ വീക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർ ഇതുവരെയും വേടനെക്കുറിച്ച് ഈ കഞ്ചാവ് എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേടൻ മാത്രമല്ല കഞ്ചാവ് അടിച്ചതോ അല്ലെങ്കിൽ അന്ന് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും വേടൻ കൃത്യമായിട്ട് അന്ന് വേടൻ പറഞ്ഞിട്ടില്ല. ഉപയോഗിച്ചിട്ടുണ്ട് എന്നേ അന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ നടന്നത് ഇപ്പോഴത്തെ ഈ സംസാര വിഷയം അനുസരിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല സംശയമുണ്ട്. ഈ പോലീസുകാർ തന്നെ അവിടെ കൊണ്ടുവച്ചിട്ട് വേടനെ കുരുക്കിയതാണോ ഇല്ലയോ എന്ന് യാതൊരു സംശയത്തിന് നിഴലിൽ തന്നെയാണ് ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വേടൻ അദ്ദേഹം നേരത്തെ പല സ്റ്റേജുകളിലും പറഞ്ഞിട്ടുണ്ട്. അയാൾ വലിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ കഞ്ചാവ് വലിക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. അയാൾ കഞ്ചാവ് വലിച്ചാൽ അയാളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകത്തില്ല. അതുമാത്രമേ എനിക്ക് വേടനോട് കൃത്യമായിട്ട് പറയാനുള്ളൂ. പിന്നെ വേടനെ കുരുക്കിയതാണെന്നാണ് എൻ്റെ ഈ ഒരു കാഴ്ചപ്പാട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഗ്രാം കഞ്ചാവ് 9 പേരാണ് ഉപയോഗിച്ചെന്ന് ഉപയോഗിച്ചോ 9 പേരുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. അന്നും പറയുന്നത് വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെന്നേ പറയുന്നു. അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ ഫ്ലാറ്റൊന്നുമല്ല. വേടനെ വാടകയ്ക്ക് വേടന് അവരുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഫ്ലാറ്റ് എന്നുള്ളതേ ഉള്ളൂ. അത് വേടൻ പോലും അല്ല അത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ പേര് വന്നപ്പം വേടൻ മാത്രമായിപ്പോയി. ബാക്കി 8 പേരുണ്ട്. അതിന് 2 ദിവസത്തിന് മുമ്പേ നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ കണ്ടം വഴി ഓടുന്നതൊക്കെ എല്ലാവരും കണ്ട. പക്ഷേ അതിനേക്കാളിലും ഈ വേടനേക്കാളും ഫേമസ് ആയ വ്യക്തികളെ ക്രൂശിക്കാതെ വേടനെ മാത്രം ക്രൂശിക്കുന്നത് ശരിയായ നടപടികളൊന്നുമല്ല. പിന്നെ ആനക്കൊമ്പ് പുലിപ്പല്ലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ വനാവകാശ നിയമങ്ങൾ കൃത്യമായിട്ടൊന്നും വേടനെന്നുള്ളതല്ല ആർക്കും പബ്ലിക്കിന് പൊതുജനത്തിന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. കാരണം വനനിയമം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം വനത്തിൽ നിന്ന് എന്തെടുക്കണമെന്നും എന്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നും ഒരു മൃഗത്തിനെ എന്ത് ചെയ്യാം, ഒരു മൃഗത്തിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വേറൊരു സത്യം. എങ്കിലും അതിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെയും കൈവശം വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ സർക്കാർ പ്രശ്നങ്ങളൊക്കെ എന്നാണെന്നും ഏതൊക്കെ മൃഗത്തിൻ്റെയൊക്കെ സർക്കാർ രീതിയിൽ നമുക്ക് കൈവശം വെക്കാവുന്നതൊക്കെ ഈ സർക്കാർ ഇനിയുമെങ്കിലും പൊതുജനത്തിനെ അറിയിപ്പിക്കണം. അതായത് അത് ഈ നവമാധ്യമങ്ങൾ കൂടി ധാരാളം പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഈ സർക്കാർ ഇതുപോലെ പരസ്യങ്ങളൊക്കെ നടത്തി ആ വിഷയങ്ങളിൽ പൊതുജനത്തിന് നല്ല ഒരു അറിവ് ഉണ്ടാക്കി കൊടുക്കണം വന നിയമത്തെക്കുറിച്ച്. കാരണം ഇല്ല എങ്കിൽ ഇനിയും ഇതുപോലെ ആയിരങ്ങൾ നിരപരാധികൾ ഈ നാട്ടിൽ ജയിലിലടയ്ക്കപ്പെടും. ഒരു കാര്യവും ഇല്ലാതാണ് വേടനെതിരെ ഈ നിയമമൊക്കെ ഇപ്പം ചുമത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹണ്ടിങ്ങിൻ്റെയൊക്കെ വേട്ടയാടപ്പെട്ട വിഷയങ്ങളിലൊക്കെ കാരണം ഒരുപാട് പറയാനുണ്ട്. കാരണം അതൊക്കെ ഒരു ഒറ്റ വിഷയമായിട്ട് തന്നെ പറയേണ്ടതാണ്. വേട്ടയാടുന്ന ഒരു വ്യക്തി എന്ത് വേട്ടയാടിയെന്ന്, എങ്ങനെ വേട്ടയാടിയെന്ന്, എന്തുകൊണ്ട് വേട്ടയാടിയെന്നും ഒക്കെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരും. ഇപ്പം നിങ്ങൾ വേടനെ വേട്ടയാടുന്നത് പോലെ തന്നെ ആയിരിക്കാം അന്നത്തെ ഹണ്ടിങ്ങൊക്കെ നടന്നത്. അത് നല്ലതൊന്നുമല്ല. പക്ഷേ പൊതുജനങ്ങൾക്കൊക്കെ അറിയാത്ത കാര്യങ്ങൾ സർക്കാർ പൊതുജനങ്ങളെ അറിയിക്കണം. പിന്നെ കൈക്കൂലി കേസിനെ കുറിച്ചൊക്കെ എനിക്ക് ധാരാളം പറയാനുണ്ട്. കാരണം ഒരു പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനങ്ങളിലോ ഒരു സർക്കാർ ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലോ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ 500, 100, 150, 200 പല വ്യക്തികളിൽ നിന്ന് വാങ്ങിക്കുന്ന ധാരാളം സർക്കാർ ജീവനക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് ബോധേടാകേണ്ടത്. ഞങ്ങൾ ബോധവാന്മാരായില്ല എങ്കിൽ
ഇനിയും ഇതേപോലെ ആയിരക്കണക്കിന് വേടന്മാരെ വേട്ടയാടപ്പെടും. കാരണം ഇതുപോലെയൊക്കെ കൈക്കൂലി ധാരാളം വാങ്ങിയതിന് ശേഷമാണ് വേടനെയൊക്കെ കുരുക്കാൻ ഇവർ പ്ലാൻ ചെയ്തത്. ഈ ഫോറസ്റ്റ് ഓഫീസറെയൊക്കെ കാരണം ഈ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണമെന്ന് ഒരു പോലീസുകാരൻ വിളിച്ചത് പറയണമെന്ന് ഇദ്ദേഹത്തിന് പ്ലാൻഡായിട്ട് തന്നെ ചെയ്ത കാര്യമാണ് അത്. ഈ കൈക്കൂലിയുടെ ബേസിൽ തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ വേടനെ അത് കുരുക്കി അകത്തിടണം, വേടനെ പ്രോഗ്രാമുകളൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്നുള്ള സ്വാർത്ഥ താല്പര്യമുള്ള ആ വ്യക്തികൾ കൈക്കൂലി കൊടുത്തതിന് ശേഷം ചെയ്ത സംഭവമാണ് ഈ കാണുന്നത്, ഈ കോലാഹലങ്ങൾ മൊത്തം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് കൊച്ചിയിൽ പ്ലാനിംഗ് ഓഫീസറുടെ കൈവശം അത് അവർ തന്നെയാണ് വരുന്നതെന്ന് ഒരു നല്ലൊരു കാര്യം പറയാം. അവരുടെ പെൺമക്കളെ കൂടെ വിളിച്ചുകൊണ്ടുവന്ന് കൈക്കൂലി എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള ചിന്താഗതിയിൽ അവരുടെ പെൺമക്കളെ കൂടി ആ വണ്ടിയിൽ ആ വാഹനത്തിൽ അവർ കയറ്റിക്കൊണ്ട് വന്ന് അവർ കൈക്കൂലി വാങ്ങിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഈ കുട്ടികളെ നാളെ എൻ്റെ ഒരു സർക്കാർ ജോലിയിൽ അവർ വിദ്യാഭ്യാസത്തിലൊക്കെ ചിലപ്പോൾ മുൻപന്തിയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അവരെ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല, അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ കഴിവനുസരിച്ച് അവർ വിദ്യാഭ്യാസം എടുത്ത് ചിലപ്പം ജോലികൾ സർക്കാർ ജോലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ ഈ കുട്ടികൾ എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അമ്മ, അവരുടെ മാതാവ് അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം അവരുടെ കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടെയാണ് ഇതിന് എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, കൈക്കൂലി വാങ്ങിക്കുന്ന ഏത് രീതിയിലാണെന്നത് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന രീതിയിലാണ് ആ സ്ത്രീ അന്ന് അവരുടെ കൈക്കൂലി വാങ്ങിക്കാൻ ആ കുട്ടികളെ കൂടെ കൂട്ടി. പ്രത്യേകിച്ച് പുറത്താണ് പെൺമക്കൾ. ഞങ്ങൾക്കൊക്കെ പെൺമക്കളെയൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഞങ്ങളൊന്നും ഇത്തിരി ചെറ്റത്തരം കാണിക്കാൻ നേരത്ത് ഞങ്ങളുടെ മക്കളെ ഒരെണ്ണത്തിനെ പോലും ഞങ്ങൾ കൊണ്ടുപോകത്തില്ല, അഥവാ ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ. പിന്നെ പറയാനുള്ളത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ കോഴിക്കോട് ഒരു RSS പ്രവർത്തകൻ്റെ പൂജാമുറിയിൽ നിന്ന്, ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം അതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSS പ്രവർത്തകനെന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് തൊണ്ടിയിട്ട കുപ്പായം എന്ന് തിരുത്തി പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓണറാണ് ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ നിന്ന് 1.5 കിലോഗ്രാം കഞ്ചാവും 4-6 ഗ്രാം MDMA. ഈ MDMA ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇവിടുത്തെ പട്ടികജാതിക്കാരന് അല്ലെങ്കിൽ ഇവിടുത്തെ കർത്തവനും താഴ്ന്ന ജാതിക്കാരനും ഒക്കെ കൊടുക്കാൻ വേണ്ടി ചന്ദ്രശേഖരൻ പോലെ പോണക്കുള്ള തലയ്ക്ക് കുട്ടിയുള്ളവരൊക്കെ കൊടുത്തു വിട്ടതായിരിക്കണമെന്ന് ഞങ്ങളിപ്പം ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ എങ്ങനെ ഈ വേടനെ പോണക്കുള്ള ആൾക്കാരെ കുരുക്കാമെന്നുള്ള ധാരണയിലാണ് ഇപ്പം ഈ കേസൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു BJPക്കാരൻ്റെ പക്കൽ നിന്ന് 1.5 ഗ്രാം കഞ്ചാവും 4 ഗ്രാം MDMA ഒക്കെ കിട്ടണമെന്ന് വരികയില്ല. ഈ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അറിവോടുകൂടി തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മെമ്പർ ഇതറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ആ പ്രസ്ഥാനത്തിൽ അറിയുന്നത്? ആ ഏഷ്യാനെറ്റ് ന്യൂസ് ആ ഒരു വാർത്ത കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും ഉണ്ടോയെന്ന് പോലും ആ ഏഷ്യാനെറ്റ് ന്യൂസിന് അറിയത്തില്ല. പക്ഷേ വേടന് ഒരു ശകലം കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളെ മാറ്റി എഴുതിയ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ മനസ്സിൻ്റെ അതായത് ആ പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന ആ വ്യക്തികളുടെയൊക്കെ മനസ്സിൻ്റെ ക്രൂരത എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്ത് പോലും തിരിഞ്ഞു നോക്കത്തില്ല. കാരണം ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെയൊക്കെ നല്ലൊരു ന്യൂസ് ചാനലായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തിരി തന്തയ്ക്ക് വർക്കാഴി തന്നെയാണ് ഇവന്മാർ പറയുന്നതും കാണിക്കുന്നത്. കാരണം അവരിൽ നിന്നൊക്കെ ഇനി നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പം ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിവുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്നാ ചെയ്യാൻ പറ്റുന്ന ആനക്കൊമ്പ് വല്ലവൻ്റെയും കയ്യിലിരിക്കുന്ന പുലിപ്പല്ല് സുരേഷ് ഗോപിയുടെ നെഞ്ചത്തോടെ ഇങ്ങനെ കിടന്നാടുക. പുലി ഇങ്ങനെ സുരേഷ് ഗോപിയെ കാണുമ്പോൾ ഓടുന്ന ഒരു അവസ്ഥയായി. ജയറാമിൻ്റെ കഴുത്തേ കിടക്കുന്നു, അഖിൽമാരാരുടെ കഴുത്തേ കിടക്കുന്നു. ഇതൊന്നും പുലിപ്പല്ലല്ല, വേടൻ മാത്രം ഉപയോഗിച്ച ഒരു പുലിപ്പല്ല് മാത്രമേ നമ്മുടെ വേട്ടയാടിയിട്ടുള്ളൂ, പുലിയെ പിടിച്ചിട്ടുള്ളൂ. വേടനെ
ആയിരിക്കാം ഇനിയിപ്പോൾ ഇവർക്കൊക്കെ പുലിപ്പല്ലൊക്കെ കൊണ്ട് കൊടുത്തത്. ഇനി വേടൻ്റെ വായിൽ നിന്നൊക്കെ കേട്ടാലേ ഇനി ഇവർക്കെതിരെ കേസൊക്കെ ഉണ്ടാവുകയുള്ളൂ. കാരണം വേടനെയാണല്ലോ വേട്ടയാടി പിടിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ വേട്ടയാടിയ കേസുകളൊക്കെ വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയൊക്കെ വലിയ കേന്ദ്രമന്ത്രികളൊക്കെ മന്ത്രിയൊക്കെ ആയി ഇരിക്കുക. അപ്പം നമ്മളെപ്പോണക്കുള്ള സാധാരണപ്പെട്ട നാളെ സുരേഷ് ഗോപി ബ്രാഹ്മണനായി കഴിയുമ്പോൾ നാളെ സുരേഷ് ഗോപിയുടെ പൂജാമുറിയിൽ നിന്ന് കഞ്ചാവ് പിടിക്കുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പം കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരായി. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം പിടിച്ചിരിക്കുന്ന BJP ഒരു പ്രവർത്തകൻ്റെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് എൻ്റെ പൊതുജനങ്ങൾ കൃത്യമായിട്ടും ഈ ഇത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ചാവും മയക്കുമരുന്നുകളും ഒക്കെ ഏത് വഴിയാണ് വരുന്നതെന്ന് നമ്മളും ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.